പ്രിയപ്പെട്ടവരെ, എൻ്റെ ലൈഫിൽ ഇഫക്റ്റീവായിട്ടുള്ള ചിലപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്ന ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ ഒരു ശക്തി ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ നാസയ്ക്ക് പോലും നമ്മുടെ ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന വിജനമായ ആകാശത്തിനപ്പുറം, അതിനപ്പുറം കണ്ടെത്തിയ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അപ്പുറം ശൂന്യമായിട്ടുള്ള ഒരിടമുണ്ട്. അവിടേക്ക് ഇന്ന് വരെ ആർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അപ്പുറം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നോളജിയും വികസിപ്പിക്കാൻ നമ്മുടെ സയൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടോ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? അതാണ് ഒരു പ്രപഞ്ച രഹസ്യം, ഒരു ശക്തി ദൂരെ എവിടെയോ ഉണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ പറയാൻ വന്ന കാര്യത്തെ ഒന്ന് ദൃഢപ്പെടുത്തും എന്നുള്ളതിനാലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്ന സമയമാണ് കേട്ടോ. അതായത് ഒരു കാലിച്ചായ കുടിക്കാൻ പോലും. ശരിക്കും ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുമെന്ന്. എവിടുന്നും പൈസ കിട്ടാനുള്ള വഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞു. ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും? വിശപ്പും അതിൻ്റെ മൂർധന്യ അവസ്ഥയിലായി. ശരിക്കും എൻ്റെ ചിന്തകൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉണ്ടായത്. ഞാൻ ഉണ്ടല്ലോ, പണ്ടങ്ങ് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് നിനക്ക് സുഖാണോടാ, പൈസ വല്ലതും വേണോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഒരു 1000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടും തന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു സോഷ്യൽ മീഡിയയിലും എൻ്റെ ഈ കാര്യം പറഞ്ഞില്ല. പിന്നെ ഒരു സുഹൃത്തിനോടും കയ്യിൽ ക്യാഷ് ഇല്ല, പെട്ടുപോയടാ എന്നൊന്നും പറഞ്ഞില്ല. ഈ ചേട്ടനോടും ഞാനൊന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പറഞ്ഞില്ല. പോയിട്ട് ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് പോലും ഞാൻ ഇട്ടില്ല. പിന്നെ എങ്ങനെ ആ ചേട്ടൻ അറിഞ്ഞു, എന്നെ വിളിച്ചു? അതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതാണ് ചിന്തകളുടെ വൈബ്രേഷൻസ്. അതിനെ ലോ ഓഫ് അട്രാക്ഷൻസ് എന്നോ ചിന്തയുടെ ശക്തി എന്നൊക്കെയോ വേണമെങ്കിൽ പറയാം. എൻ്റെ ചിന്തയുടെ വൈബ്രേഷൻസ് ആ ചേട്ടനിലേക്ക് എത്തി. സോ നമ്മളുടെ മൊബൈലിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കിരണങ്ങളുടെ കണക്ടിവിറ്റി പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് എനിക്ക് ഇപ്പോൾ അത്ഭുതത്തോടെ വിശ്വസിക്കേണ്ടി വന്നിരിക്കുകയാണ്. സോ എനിക്കുണ്ടായ ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന്, അതായത് ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, ഈ അനുഭവം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്തയുടെ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റിയുടെ പവർ എന്താകും? സോ ഇനി മുതൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാട്ടോ. വേറെ ആരെക്കുറിച്ചും തെറ്റായ ചിന്തകൾ, അതായത് അവൻ നശിച്ചു പോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ചിന്തയുടെ വൈബ്രേഷൻസ് നേരെ ആ വ്യക്തിയിലേക്ക് എത്തും. അത് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കും. അതായത് നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രഭാവം മൂലം ആ വ്യക്തിക്ക് ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ കഴിയാതെയാകും, അല്ലെങ്കിൽ അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കും. സോ അത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാത്രമല്ല ആ വ്യക്തിയിൽ അത് സ്വാധീനിക്കുക. ആ വ്യക്തിയുടെ കർമ്മത്തിനനുസരിച്ച് കൂടിയായിരിക്കും ആ വ്യക്തിയെ അത് അഫക്റ്റഡ് ആകുക. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത്, നമ്മൾ ഒരിക്കലും നെവർ എവർ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പണ്ടാറടങ്ങി പോട്ടെ എന്ന് ചിന്തിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ച അല്ലെങ്കിൽ കഷ്ടം വരുത്തിയിട്ടുള്ള ഒരാളാകും. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ. സോ നമ്മോട് ഒരാൾ എന്ത് തന്നെ ഒരു വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിന് നമ്മളല്ല അവർക്ക് ശിക്ഷ വിധിക്കേണ്ടത്. അത് ആ വ്യക്തിയുടെ കർമ്മ തന്നെ ആ വ്യക്തിക്ക് തിരിച്ചടി നൽകി ആ വ്യക്തിയെ ഓട്ടോമാറ്റിക്കലി നല്ലൊരു മനുഷ്യനായിട്ട് ജന്മാന്തരങ്ങളിലൂടെ മാറ്റിയെടുത്തുകൊള്ളും. ഓക്കെ, ഈ മുജ്ജന്മം അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാനലിലൂടെ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയം അവൻ മുടിഞ്ഞു പോണേ എന്ന് ചിന്തിക്കുമ്പോൾ, അതായത് ആ വ്യക്തി, നമ്മൾ വിചാരിക്കുന്ന വ്യക്തി, നമ്മൾ ആ വ്യക്തിയെ പറ്റി ഓപ്പോസിറ്റായിട്ട് മുടിഞ്ഞു പോണേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചതിൻ്റെ കർമ്മ കണക്ക് നിങ്ങളിൽ അവശേഷിക്കുക. അപ്പോൾ നിങ്ങൾ ആ മേടിച്ചെടുത്ത കർമ്മയെ നിങ്ങൾ തന്നെ സെറ്റിൽ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ നിങ്ങളൊരു കർമ്മ ഉണ്ടാക്കിയല്ലോ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തിച്ചതിൻ്റെ ഫലം ആ വ്യക്തിയല്ല, അതിൻ്റെ ദോഷം നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. സോ നമ്മളെപ്പോഴും നമ്മെ പറ്റി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉയർച്ചയെപ്പറ്റി മാത്രം, പോസിറ്റീവായ വശം മാത്രം, ഒരിക്കലും കരയാതിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി മാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പക്ഷം, ഞാൻ പറഞ്ഞ ഈ ചിന്തയുടെ ഫ്രീക്വൻസിയിൽ നിന്ന് നെഗറ്റിവിറ്റി ഡിസ്ചാർജ് ആകും, എങ്ങും പോസിറ്റിവിറ്റി പരക്കും. ഗ്രാജുവലി ലോകം മുഴുവൻ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നിറയും.